ആറ്റുനോറ്റ് അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഞാൻ സ്ലോ ആയതുകൊണ്ട് ഇവാനിനായിട്ട് ആള് നേരത്തെ പോയി. ആളുടെ സീറ്റ് ഫ്രണ്ടിലാണ്, ഞങ്ങളുടെ 3 പേരെയും സീറ്റ് ബാക്കിലാണ്. നടന്ന മനുഷ്യന്റെ കാല് കഴിഞ്ഞു. ഈ ഫ്ലൈറ്റിൽ ഇത്രയും പേരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ആരും വിടാതെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴേക്കും മോള് ഭയങ്കര കരച്ചിലായി. അങ്ങനെ ഞാൻ മടിയിൽ വെച്ച് കുറച്ചു നേരം സമാധാനിപ്പിച്ചു. പിന്നെ പപ്പ എന്തൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് നോക്കി. അതിനുശേഷം ആ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു. അപ്പൊ ഇങ്ങനെയാണല്ലോ. എന്റെ ഏറ്റവും വലിയ സംശയമായിരുന്നു ഫ്ലൈറ്റിൽ ലഗേജ് ഒക്കെ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന്. ഇപ്പൊ അതിനൊരു ഉത്തരമായി. ഞാൻ കരുതിയത് ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇവാന് ഭയങ്കര കരച്ചിലായിരിക്കുമെന്നാണ്. പക്ഷെ നോ റിയാക്ഷൻസ്, എക്സ്പ്രഷൻസ് ഫുൾ എനിക്കായിരുന്നു. അങ്ങനെ നിമിഷങ്ങൾക്കകം ദുബായിയോട് വിട പറയാണ്. പിന്നെ അങ്ങോട്ട് സുഖമായി ഉറങ്ങി. അപ്പോഴേക്കും കാലിക്കറ്റ് എത്തി. വെതർ ചേഞ്ച് ആയതുകൊണ്ട് ഒരുപാട് ചുറ്റിയടിച്ച ശേഷം 30 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഒരുതരം വെള്ളപ്പുകയായിരുന്നു ഫ്ലൈറ്റിൽ ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്തു. പുറത്ത് നല്ല ഗംഭീര മഴ നടക്കാണ്. നേരെ പോകുന്നത് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദേ പോണു എന്റെ പെട്ടി. വീഡിയോ എടുക്കുമ്പോഴേക്കും ആള് പോയി. ഇനി നെക്സ്റ്റ് തിരിയലിന് വരട്ടെ. ഇവരൊക്കെയാണ് എന്റെ ലഗേജ് എടുക്കാൻ സഹായിച്ചത്. അപ്പോഴേക്കും നമ്മൾ ഇത്ര നേരം ഹെൽപ്പ് ചെയ്തവരൊക്കെ പോയിണ്ടായിരുന്നു. അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് എന്റെ കൊച്ചാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.